to ShynzYarnArt. എൻ്റെ പേര് ഷൈനി. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ക്രൂഷേ ബേസിക് സ്റ്റിച്ചസ് ആയിരുന്നു. നമ്മൾ 5 സ്റ്റിച്ചസും പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മാജിക് റിംഗ് ആണ്. റൗണ്ട് ഷേപ്പിലുള്ള പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളതാണ് മാജിക് റിംഗ്. ചെയിൻ സ്റ്റിച്ചിന് മുന്നേ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? സ്ലിപ്പ് നോട്ടായിരുന്നു. അതുപോലെ തന്നെ മാജിക് റിങ്ങും. മാജിക് റിങ്ങിനുള്ളിലാണ് സിംഗിൾ ക്രൂഷേ, ഡബിൾ ക്രൂഷേ, ട്രിപ്പിൾ ക്രൂഷേ ഒക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് റൗണ്ട് ഷേപ്പിലുള്ള പ്രോജക്ട്സ് ചെയ്യുമ്പോൾ ആമിഗുരുമി ഇതിനെയൊക്കെ ഫസ്റ്റ് നമ്മൾ ബേസായിട്ട് ചെയ്യുന്നത് മാജിക് റിംഗ് ആണ്. മാജിക് റിങ്ങിൽ നിന്നാണ് സ്റ്റാർട്ട് ആവുന്നത്. ഓക്കെ, മാജിക് റിംഗ് എങ്ങനെയാണ് ഇടേണ്ടതെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നോക്കണം, എന്നാലേ മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ ചെയ്ത് നോക്കണം. വെറുതെ വീഡിയോസ് മാത്രം നോക്കിയിരുന്നിട്ടൊന്നും മനസ്സിലാകില്ല. പഠിക്കണം എന്ന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെയ്ത് തന്നെ നോക്കണം. അപ്പോൾ മാജിക് റിംഗ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിക്കാൻ പോവാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാജിക് റിംഗ് ആണ്. മാജിക് റിംഗ് എങ്ങനെ ഇടണമെന്ന് നോക്കാം. മാജിക് റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന 4 പ്ലൈ ആണ്. ഹുക്ക് വന്ന് 5 mm ഹുക്കാണ്. 5 mm ഹുക്കാണ്. അപ്പോൾ മാജിക് റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ടെയിൽ സൈഡ്, ഇത് റൈറ്റ് ഹാൻഡിലുള്ളത് വർക്കിംഗ് സൈഡ്, ടെയിൽ സൈഡ് വർക്കിംഗ് സൈഡ്. അപ്പോൾ ആദ്യം കുറച്ച് യാൺ വിട്ടിട്ട് ടെയിൽ യാണിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തിട്ട് ഇൻഡെക്സ് ആൻഡ് മിഡിൽ ഫിംഗറിൽ കൂടി വർക്കിംഗ് സൈഡിനെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യണം. 2 ഫിംഗറിൽ കൂടി ട്വിസ്റ്റ് ചെയ്യണം. ട്വിസ്റ്റ് ചെയ്തിട്ട് വർക്കിംഗ് സൈഡ് യാണിനെ നേരത്തെ ട്വിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന യാണിൻ്റെ മുകളിൽ കൂടി, യാണിൻ്റെ മുകളിൽ കൂടി ക്രോസ് ചെയ്ത് വേണം കൊണ്ടുപോകാനായിട്ട്. അതായത് ഈ യാണിൻ്റെ മുകളിൽ കൂടി ക്രോസ് ആയിട്ട് വേണം കൊണ്ടുപോകാനായിട്ട്. ക്രോസ് ചെയ്ത് കൊണ്ടുപോയിട്ട് സ്മോൾ ഫിംഗർ യൂസ് ചെയ്ത് ഹോൾഡ് ചെയ്യുക. ഇങ്ങനെ ഹോൾഡ് ചെയ്യണം. സ്മോൾ ഫിംഗർ യൂസ് ചെയ്ത് ഇങ്ങനെ ഹോൾഡ് ചെയ്യണം. ഒരിക്കൽ കൂടി ഞാൻ കാണിച്ചു തരാം. ആദ്യം ടെയിൽ സൈഡിനെ ഇങ്ങനെ ഹോൾഡ് ചെയ്യണം. ഹോൾഡ് ചെയ്തിട്ട് വർക്കിംഗ് സൈഡിനെ മിഡിൽ ആൻഡ് ഇൻഡെക്സ് ഫിംഗറിൽ കൂടി ട്വിസ്റ്റ് ചെയ്തെടുക്കണം. വീണ്ടും ഈ ട്വിസ്റ്റ് ചെയ്തിരിക്കുന്ന യാണിൻ്റെ മുകളിൽ കൂടി ക്രോസ് ആയിട്ട് യാണിനെ കൊണ്ടുപോയി നമ്മുടെ സ്മോൾ ഫിംഗർ യൂസ് ചെയ്ത് ഹോൾഡ് ചെയ്യണം. ആ എൻഡിനെ ഹോൾഡ് ചെയ്യണം. ഇതുപോലെ ഹോൾഡ് ചെയ്യണം. ഇങ്ങനെ യാണിനെ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തതിന് ശേഷം ഹുക്ക് എടുക്കുക. ഹുക്ക് എടുത്തിട്ട് ഇൻഡെക്സ് ആൻഡ് മിഡിൽ ഫിംഗറിൽ ട്വിസ്റ്റ് ചെയ്തിരിക്കുന്ന യാണിൻ്റെ അടിയിൽ കൂടി ഹുക്കിനെ കൊണ്ടുപോകണം. ഈ യാണിൻ്റെ അടിയിൽ കൂടി ഹുക്കിനെ കൊണ്ടുപോവുക. ക്രോസ് ആയിട്ട് പോകുന്ന യാണിൻ്റെ മുകളിൽ കൂടി, യാണിൻ്റെ അടിയിൽ കൂടി ക്രോസ് ആയിട്ട് പോകുന്ന യാണിൻ്റെ മുകളിൽ കൂടി ഹുക്കിനെ കൊണ്ടുപോകണം. യാണിനെ ഡ്രാഗ് ചെയ്ത് അടിയിൽ കൂടി കൊണ്ടുവന്ന് അങ്ങനെ ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്തൊരു ലൂപ്പ് ഉണ്ടാക്കണം. ഒരിക്കൽ കൂടി നോക്കാം. യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയി ഈ യാണിനെ വലിച്ച് എടുത്തിട്ട് അങ്ങനെ ട്വിസ്റ്റ് ചെയ്യണം. ട്വിസ്റ്റ് ചെയ്തൊരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യണം. ലൂപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി കൊണ്ടുപോയി യാണിനെ ഡ്രാഗ് ചെയ്ത് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി പുറത്തെടുക്കണം. അപ്പോൾ ഒരു നോട്ട് വീണു. ഇതാണ് മാജിക് റിംഗ്. ഇതാണ് മാജിക് റിംഗ്. ഈ മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ സിംഗിൾ ക്രൂഷേ, ഡബിൾ ക്രൂഷേ, ഹാഫ് ഡബിൾ ക്രൂഷേ, ട്രിപ്പിൾ ക്രൂഷേ ഏത് സ്റ്റിച്ച് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സിംഗിൾ ക്രൂഷേ ചെയ്യാം. സിംഗിൾ ക്രൂഷേ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഹുക്കിനെ ഈ മാജിക് റിങ്ങിൻ്റെ ഉള്ളിലോട്ട് ഇൻസേർട്ട് ചെയ്ത് യാണിൻ്റെ മുകളിൽ കൂടി ഹുക്കിനെ കൊണ്ടുവന്നിട്ട് യാണിനെ വലിച്ച് റിങ്ങിൻ്റെ ഉള്ളിൽ കൂടി തന്നെ യാണിനെ വലിച്ച് കൊണ്ടുവന്നിട്ട് അപ്പോൾ 2 ലൂപ്പ് ഉണ്ടായിരിക്കും. പിന്നെ യാണിനെ ഡ്രാഗ് ചെയ്ത് ഈ 2 ലൂപ്പിൻ്റെയും വെളിയിൽ കൂടി എടുക്കുക. അപ്പോൾ സിംഗിൾ ക്രൂഷേ. ഒരിക്കൽ കൂടി കാണിച്ചു തരാം. ഹുക്കിനെ ഈ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടി എടുത്ത് യാണിൻ്റെ മുകളിൽ കൂടി കൊണ്ടുവന്നിട്ട് യാണിനെ വലിച്ച് ഈ റിങ്ങിൻ്റെ ഉള്ളിൽ കൂടി വലിച്ച് കൊണ്ടുവരിക. 2 ലൂപ്പ് ഉണ്ടായിരിക്കും ഹുക്കിൽ. വീണ്ടും ഹുക്കിനെ യാണിൻ്റെ അടിയിൽ കൂടി എടുത്ത് യാണിനെ ഡ്രാഗ് ചെയ്ത് ഈ 2 ലൂപ്പിൻ്റെയും ഉള്ളിൽ കൂടി കൊണ്ടുവരിക. സിംഗിൾ ക്രൂഷേ. നമ്മൾ സിംഗിൾ ക്രൂഷയാണ് ചെയ്തിട്ടിരിക്കുന്നത്. ഇതേപോലെ തന്നെ ഡബിൾ ക്രൂഷേ, ട്രിപ്പിൾ ക്രൂഷേ, ഹാഫ് ഡബിൾ ക്രൂഷേ ഒക്കെ
മാജിക് റിങ്ങിനുള്ളിൽ ചെയ്യാവുന്നതാണ്. അതായത് ഹുക്കിനെ റിങ്ങിനുള്ളിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് സിംഗിൾ ക്രോഷേ. ഇതേപോലെ ഹുക്കിനെ റിങ്ങിനുള്ളിൽ ഇൻസേർട്ട് ചെയ്ത് യാൺ വലിച്ച് ഡബിൾ ക്രോഷേ ചെയ്യാം. ട്രിപ്പിൾ ക്രോഷേ ആണ് വേണ്ടതെങ്കിൽ ട്രിപ്പിൾ ക്രോഷേ ചെയ്യാം. ഹാഫ് ഡബിൾ ക്രോഷേ ആണെങ്കിൽ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം. അപ്പോൾ ഇതുപോലെയാണ് ബാക്കി എല്ലാ സ്റ്റിച്ചും ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിരലുകൊണ്ട് ഇങ്ങനെ പിടിച്ചിരിക്കുകയല്ലേ, അപ്പോൾ അത് ചിലപ്പോൾ ഇങ്ങനെ ആ റിങ് കുറച്ച് വലുതായി പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വലുതാകുമ്പോൾ ഈ ടെയിൽ യാണിനെ പിടിച്ചിങ്ങനെ ജസ്റ്റ് വലിച്ചാൽ മതി. ഇങ്ങനെ വലിക്കുമ്പോൾ ആ റിങ് ചെറുതായിക്കോളും. പിന്നെ സ്റ്റിച്ചസ് ഇടാനായിട്ട് കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് എത്ര സിംഗിൾ ക്രോഷയാണ് വേണ്ടത് റിങ്ങിനുള്ളിൽ അത്രയും സിംഗിൾ ക്രോഷേ ചെയ്യാം. വേണ്ടത്ര സിംഗിൾ ക്രോഷേ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കൗണ്ട് ചെയ്യാം. എത്ര സിംഗിൾ ക്രോഷേ ആയെന്ന് കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 11. അപ്പോൾ ഒന്നുകൂടി ചെയ്യാം. അപ്പോൾ 12 ആവുമല്ലോ. അപ്പോൾ 12 സിംഗിൾ ക്രോഷേ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 12 സിംഗിൾ ക്രോഷേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 12 സിംഗിൾ ക്രോഷയോടെ നമുക്ക് ഈ റിങ് ക്ലോസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ക്ലോസ് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ടെയിൽ യാൺ ഉണ്ടല്ലോ, ഈ ടെയിൽ യാൺ ഇരിക്കില്ലേ, ടെയിൽ സൈഡ് ടെയിൽ യാണിനെ പിടിച്ചിങ്ങനെ വലിച്ചാൽ മതി. വലിക്കുമ്പോൾ അത് റൗണ്ട് ക്ലോസ് ആകും. മാക്സിമം എത്രത്തോളം വലിക്കാൻ പറ്റുമോ അത്രത്തോളം വലിക്കണം. വലിക്കുമ്പം ക്ലോസ് ആകും. കണ്ടോ? ക്ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ റൗണ്ടിൻ്റെ ഇത് ഫസ്റ്റ് റൗണ്ടാണ് കേട്ടോ. ഇത് ഫസ്റ്റ് റൗണ്ടാണ്. ഈ റൗണ്ടിനെ തന്നെ നമുക്ക് ക്ലോസ് ചെയ്യണം. ഈ റൗണ്ടിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് യൂസ് ചെയ്ത് വേണം ക്ലോസ് ചെയ്യാനായിട്ട്. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് എങ്ങനെയാണ് ഇടേണ്ടത്? ഫസ്റ്റ് സ്റ്റിച്ച് ഇതായിരിക്കുന്നു. ഇതാണ് ഫസ്റ്റ് സ്റ്റിച്ച്. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. 1 2 3 ഇതാണ് ഫസ്റ്റ് സ്റ്റിച്ച്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റിച്ചിനുള്ളിൽ നമ്മുടെ ഹുക്കിനെ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് 2 ലൂപ്പിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് യാണിനെ വലിച്ചെടുക്കണം. യാണിനെ വലിച്ചെടുത്തിട്ട് ആ യാണിനെ വലിച്ചെടുത്തിട്ട് അതേ ലൂപ്പിനെ വലിച്ചെടുത്ത യാണിനെ ഈ ലൂപ്പിൽ കൂടിൻ്റെ ഉള്ളിൽ കൂടി പുറത്തെടുക്കുക. ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. അപ്പോൾ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചിടെ നേരത്തെ പഠിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു റൗണ്ടിനെ ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, ഈ റൗണ്ടിനെ ക്ലോസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് മാജിക് റിങ്ങിൽ നമ്മളിട്ടിരിക്കുന്ന സിംഗിൾ ക്രോഷേ. ഇതുപോലെ മാജിക് റിങ്ങിൽ ഡബിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ, ട്രിപ്പിൾ ക്രോഷേ ഏത് സ്റ്റിച്ച് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മാജിക് റിങ് ക്ലിയർ ആയല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക, ഞാൻ വന്ന് റിപ്ലൈ തരുന്നതാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് മാജിക് റിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് പഠിച്ചത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക, ഞാൻ റിപ്ലൈ തരുന്നതാണ്. മാജിക് റിങ് ഇടാനായിട്ട് വളരെ ഈസി അല്ലേ? പ്രാക്ടീസ് ചെയ്തോളൂ. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ പെർഫെക്ഷൻ ആൻഡ് സ്പീഡ് കിട്ടത്തുള്ളൂ. മാജിക് റിങ് തന്നെ പല രീതിയിലും ചെയ്യുന്നതുണ്ട്. ഞാൻ ഇതാണ് ഫോളോ ചെയ്യുന്നത്. എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതാണ്. അതാ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഒരുപാട് സ്റ്റിച്ചസ് ക്രൂഷ്യയിലുണ്ട് കേട്ടോ. ബേസിക് സ്റ്റിച്ചസ് മാത്രമേ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. ഇനി വരുന്ന വീഡിയോസിൽ ഞാൻ ഓരോരോ സ്റ്റിച്ചസ് എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഓരോരോ പ്രോജക്ട്സും ഞാൻ ചെയ്യുന്നുണ്ട്. എല്ലാ വീഡിയോസും കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.